Good morning. Welcome to the next session of the chapter relation and function. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വീഡിയോകളെല്ലാം കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവുന്നു പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. Look at the C part. ഇവിടെ ഫംഗ്ഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പറിൽ നിന്ന് R to R ആണ്, റിയൽ നമ്പറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് എൻ്റെ ഡെഫിനിഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു എക്സ് ഇവിടുത്തെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ആണോ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 1 ആണോ നോക്കാൻ വേണ്ടി സപ്പോസ് x1 and x2 belongs to set of real number. Assume that f of x1 is equal to f of x2. algebraic method ആണ്, ഇൻഫിനിറ്റി സെറ്റ് ആണ്, നമ്മൾ ഇങ്ങനെ തന്നെ പറഞ്ഞാൽ പറ്റത്തുള്ളൂ. That is 2x1 is equal to 2x2 എന്ന് വരും. Therefore x1 is equal to x2. അപ്പോൾ എന്താണ്? Therefore f is 1 ആണെന്ന് വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഇവിടെ പറഞ്ഞ ഫംഗ്ഷൻസ് എല്ലാം 1 ആണ്. ഇനി ഓൺ ടു ആണോ നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഓൺ ടു ആണെന്ന് പറയുന്നത്? ഇവിടെ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സെറ്റ് ഓഫ് റിയൽ നമ്പർ ആണ്. ഇവിടെ റിയൽ നമ്പർ തന്നെയാണ്, ഫംഗ്ഷൻ ഇങ്ങോട്ടാണ്, R to R ആണ്. ഇപ്പോൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? നമുക്കിപ്പോൾ എങ്ങനെയാണ് ഓൺ ടു ആണോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കുന്നത് നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു y കോഡൊമൈനിൽ ഒരു y എടുക്കാമെന്നെങ്കിൽ ഇപ്പുറത്ത് നമുക്കൊരു x കണ്ടുപിടിക്കണം. എങ്ങനെയാണ്? ഇതിൻ്റെ എഫ് ഓഫ് എക്സ് എടുത്താൽ y കിട്ടുകയും വേണം. ഇതാണ് നമ്മുടെ algebraic method for take y belongs to codomain R. Then we have to find an x in the domain so that f of x is equal to y. അതിൻ്റെ മാപ്പിംഗ് എടുത്താൽ എഫ് എക്സിനെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? കൊണ്ട് ഫംഗ്ഷനാണ്. ഇതാണ് നമ്മൾ ആൽജിബ്രൈക് മെത്തേഡ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് ടേക്ക് y belong to R എന്ന് പറഞ്ഞാൽ കോഡൊമൈൻ ആണ്. ഈ കോഡൊമൈനിലെ ഒരു y എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് നമ്പർ ആയിരിക്കും? അത് റിയൽ നമ്പറാണ്. സോ y ഈസ് എ റിയൽ നമ്പർ. ഇപ്പൊ ഇവിടെ ഒരു y എടുത്താൽ അത് തീർച്ചയായിട്ടും ഒരു റിയൽ നമ്പർ ആയിരിക്കും, കാരണം സെറ്റ് ഓഫ് റിയൽ നമ്പറിലെ ഒരു എലിമെന്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അസ്യൂം ദാറ്റ് നമ്മളിവിടെ എക്സ് കണ്ടുപിടിച്ചെന്ന് കരുതുക. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു വൈ. അങ്ങനെ ഒരു വൈ ഉണ്ടെന്ന് നമുക്ക് കരുതുക. എന്താണ് എഫ് ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? എന്താണ്? 2x ആണ്. 2x ഈസ് ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു വൈ എടുക്കുന്നു, കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് ഇവിടെ നമുക്ക് ഉണ്ടെന്ന് കരുതി നമ്മൾ അതിൻ്റെ എഫ് ഓഫ് എക്സ് എടുത്തപ്പോൾ കറക്റ്റ് വൈ തന്നെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് കൊണ്ടുപോകണമെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു y/2 എന്ന് കിട്ടും. അപ്പോൾ y/2ന്റെ പ്രത്യേകം ഇവിടെ വരുന്ന നമ്പറിന് പ്രത്യേകം എന്തായിരിക്കും? അതൊരു റിയൽ നമ്പർ ആയിരിക്കണം. മറ്റു നമ്പർ വല്ലതും വരികയാണെങ്കിൽ നമുക്ക് പറയാം അങ്ങനെ ഒരു ഓൺ ടു ഫംഗ്ഷൻ ഇല്ല, അങ്ങനെ ഒരു പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റുക എന്ന് പറയാം. ഇവിടെ ഒരു y എടുത്തപ്പോൾ അതിനൊരു കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രീ ഇമേജ് വന്നു. ആ പ്രീ ഇമേജിന്റെ പ്രത്യേകത എന്താ? ഇവിടെ y ആണ്, അതിന്റെ നേരെ പകുതിയാണ് വരാൻ പോകുന്നത്. y എന്ത് നമ്പറാണ്? റിയൽ നമ്പറാണ്. അപ്പോൾ അതിന്റെ പകുതി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? റിയൽ നമ്പറാണ്. സോ ബിലോങ്സ് ടു R. എവിടെ നിന്നാണ്? ഫ്രം ഇക്വേഷൻ 1. അപ്പോൾ എന്താണ്? ഇവിടെ ഒരു y ഉണ്ട്, അപ്പുറത്ത് നമ്മളൊരു y കണ്ടുപിടിച്ചു, അല്ല അതിനൊരു പ്രീ ഇമേജ് കണ്ടു. അതുകൊണ്ട് എന്താണ്? therefore f is on to നമ്മൾ ആൽജിബ്രൈക് മെത്തേഡ് വെച്ച് പ്രൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ നമ്മളോട് ചോദിച്ചിരുന്നത് ബൈജക്ഷൻ ആണോ എന്ന് ചോദിച്ചിരിക്കുക. അപ്പോൾ ഈ റിയൽ നമ്പർ മാത്രം എടുക്കുമ്പോൾ 1 ആണ്, 1 ആണ്. therefore എന്താണ്? therefore f is ബൈജക്റ്റീവ്. ഇവിടെ രണ്ടിടത്തും ബൈജക്റ്റീവ് അല്ലായിരുന്നു, 1 മാത്രമായിരുന്നു, 1 അല്ലായിരുന്നു. അപ്പോൾ ഈ റിയൽ നമ്പർ വരുമ്പോൾ ഇത് 1 ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് ഇവിടെ പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ ഒരു ടെക്നിക്കാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? y/2 ആണ്. ഇപ്പോൾ y ഒരു 4 ആണെങ്കിൽ അതിൻ്റെ പ്രീ ഇമേജ് എന്താ? ഇവിടെ 4 നമ്മൾ എടുക്കുന്നെങ്കിൽ ഇപ്പുറത്ത് പ്രീ ഇമേജ് എത്ര വരും? 4/2. ദാറ്റ് ഈസ് 2. എക്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇവിടെ എടുക്കുന്നത് y ഒരു
ഹാഫാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പകുതി ആയിരിക്കും ഇപ്പുറത്ത് വരാൻ പോകുന്നത്. എക്സ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഹാഫിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 1/4 ആയിരിക്കും റിയൽ നമ്പർ വരും. അപ്പോൾ പ്രീ ഇമേജ് കണ്ടുപിടിക്കാനുള്ള ടെക്നിക്ക് നമുക്ക് ഈ പ്രോബ്ലത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റൊരു കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത്, ഈ ഫംഗ്ഷൻ എല്ലാം അതിൻ്റെ എല്ലാം ഫോം എങ്ങനെയാണ് വന്നതെന്ന് നോക്കി. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2x എന്നാണ്. അതിന് നമുക്കൊരു ലീനിയർ ഫംഗ്ഷൻ്റെ ഫോമിൽ എഴുതാം. എക്സ് പ്ലസ് ബി എന്ന് പറയുന്ന ഒരു ഫോമിൽ എഴുതാം. എക്സ് ഉണ്ട്, കോൺസ്റ്റന്റ് 0 ആണ്. നമുക്കറിയാം ഇങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ എല്ലാം ഗ്രാഫ് വരച്ചാൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇനി ഇവിടെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? n to n ആണ്. ഇവിടെ ആണെങ്കിൽ z to z ആണ്. അപ്പോൾ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് ചിലപ്പോൾ പോയിന്റ്സ് മാത്രമേ കാണത്തുള്ളൂ. നാച്ചുറൽ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഇതിന് മേളോട്ടേ കാണത്തുള്ളൂ. സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ് എടുക്കുകയാണ്, താഴോട്ടും പോയിന്റ്സ് മാത്രമേ വരൂ. പോയിന്റ്സ് മാത്രം വരുന്നത് കൊണ്ടാണ് 1 ആകുമെങ്കിൽ നമുക്ക് പല പോയിന്റിനും ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് എന്താകത്തില്ല? ഓണ്ടും ആകത്തില്ല. 1 ഓരോന്നിനും ഓരോ ഇമേജ് ഉള്ളത് കൊണ്ട് എല്ലാ സംഖ്യകൾക്കും ഇമേജ് വരുന്നതുകൊണ്ട് 1 ആവും. പക്ഷേ ചില ഈ y ആക്സിലെ ചില പോയിന്റ്സ് നമുക്ക് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂസ് ലൈനായിട്ട് നമുക്ക് വരികയില്ല. പോയിന്റ്സ് വരുന്നതുകൊണ്ടാണ് എന്താ, ഇറ്റ് ഈസ് നോട്ട് എ ബൈജക്ഷൻ. 1 ആകും പക്ഷെ ഓണ്ടുമല്ല. നേരെ മറിച്ച് ഇവിടെ റിയൽ നമ്പർ ആണ് വരുന്നതെങ്കിൽ ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെരിവുള്ള ഒരു ലൈൻ, ഇങ്ങോട്ട് ഏതെങ്കിലും വിധത്തിലുള്ള ചെരിവുള്ള ലൈനായിട്ട് വരും. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ച സ്റ്റാൻഡേർഡ് ലൈൻ ചെരിവുള്ള വരികളെല്ലാം ബൈജക്ഷൻ ആണ് പഠിച്ചത്. അതുകൊണ്ടാണ് ഇത് 1 ഓണ്ടു ആകുന്നത്. പക്ഷെ ഇത് രണ്ടും 1 ആകും പക്ഷെ ഓണ്ടു ആകത്തില്ല. അപ്പോൾ നമുക്കതൊരു റിസൾട്ടായിട്ട് പറഞ്ഞാൽ, ലോകത്തിരിക്കുന്ന റിസൾട്ടായിട്ട് നമുക്ക് പറയാം. F is a function from natural number to natural number n to n, and if f is a function from z to z defined by f of x is equal to ax plus b is, നമ്മളിവിടെ പറഞ്ഞു 1 ആണ്, but not onto. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. ഇപ്പോൾ n to n ആണെങ്കിലും z to z ആണെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഫോം ax plus b ആയാൽ അത് 1 ആണ്, പക്ഷേ നോട്ട് ഓണ്ടു ആണ്. ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ r to r പറഞ്ഞു. If f is a function from r to r defined by real number ആണ്, f of x is equal to ax plus b, ആ ഒരു ഫോമിൽ വരുന്ന ഏതൊരു ഫംഗ്ഷൻ എന്താണ്? ഈസ് 1 and at the same time ഓണ്ടു. ഈ രണ്ട് പ്രധാനപ്പെട്ട റിസൾട്ട് നമ്മൾ ഈ ഒരു പ്രവർത്തനം പഠിക്കുകയാണ്. അതായത് ഒരു ഫംഗ്ഷൻ്റെ ഫോം ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാരണം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈനാണ്. n to n z to z ആണെങ്കിൽ ax plus b എന്ന് പറയുന്ന ഏത് ഫോമിലുള്ള ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാലും അത് 1 ആണ്, പക്ഷേ നോട്ട് ഓണ്ടു ആണ്. r to r ആണെങ്കിൽ ax plus b എന്ന് പറയുന്ന ഫോമിലുള്ള ഫംഗ്ഷൻസ് എല്ലാം 1 ആണ്, ഓണ്ടു ആണ്. You get the third question. Show that the function f from r to r, such a real number ആണ്, given by f of x is equal to absolute value of x is neither 1 nor 1. ഇത് ഇതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെ നമുക്കറിയാവുന്നതാണ്. ഈ ഒരു ഫംഗ്ഷൻ 1 അല്ല ഓണ്ടു അല്ല എന്നാണ്. നമുക്ക് 1 അല്ല ഓണ്ടു അല്ല എന്ന് പ്രൂവ് ചെയ്യാനായിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞ്, കൗണ്ടർ എക്സാമ്പിൾ പറഞ്ഞ് പ്രൂവ് ചെയ്യാം. നമുക്ക് ആദ്യത്തെ നോക്കാം എങ്ങനെയാണ് ഈ ഫംഗ്ഷന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എക്സ് എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -1 എന്തായിരിക്കും? -1ൻ്റെ അബ്സല്യൂട്ട് വാല്യൂ ദാറ്റ് ഈസ് 1. എഫ് ഓഫ് +1 എന്തായിരിക്കും? ദാറ്റ് ഈസ് ഓൾസോ 1. അതായത് നമുക്കിപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ ഇവിടെ -1ൻ്റെയും 1ൻ്റെ ഇമേജ് എന്താണ്? 1 എന്ന്. അപ്പം ഇവിടെ 1 എന്ന് പറയുന്ന എലമെന്റിന് 2 പ്രീ ഇമേജ് ആണ്
അതുകൊണ്ട് എന്താണ്, ഇറ്റ് ഈസ് നോട്ട് 1. അപ്പോൾ ക്ലിയർ ആണിത്. സിൻസ് 1 has 2 pre-images, f is not 1. ഇതുപോലെ തന്നെ നമ്മൾ പറയുകയാണ്, ഇവിടെ ഓണ്ടുവാണോ നമുക്ക് നോക്കാം. ഇങ്ങനെ വരും, ഇത് 6 ഇത് 6. ഇവിടെ ഞാൻ -2 എന്ന് പറയുന്ന സംഖ്യ എടുക്കാം. ഏതെങ്കിലും ഒരു സംഖ്യയുടെ അബ്സല്യൂട്ട് വാല്യൂ -2 വരുമോ? ഇല്ല. അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0 ആയി വരും. ഇവിടെ ഒരു -2 എന്ന് പറയുന്ന ഈ കോഡോമൈനിൽ ഒരു എലമെന്റ് എടുത്താൽ അതിന് പ്രീ ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാനേ പറ്റുകയില്ല. ഒരു സംഖ്യയുടെയും അബ്സല്യൂട്ട് വാല്യൂ നെഗറ്റീവ് വരികയില്ല. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സിൻസ് -2 ഹാസ് നോ പ്രീ ഇമേജ്, അതിന് പ്രീ ഇമേജ് ഒന്നുമില്ല, എഫ് ഈസ് നോട്ട് ഓണ്ട്. -2 പ്രീ ഇമേജ് ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ലാത്തതുകൊണ്ട് അത് ഓണ്ട് ഫംഗ്ഷൻ. ഇവിടെ പക്ഷേ ഇവിടെ 1ന് 2 പ്രീ ഇമേജ് വന്നതുകൊണ്ട്, ഒരെണ്ണം വരാൻ പാടുള്ളായിരുന്നു 1 ആകണമെങ്കിൽ, 2 പ്രീ ഇമേജ് വന്നതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് 1. You get the fourth question. Show that the function f from R to R, set of real number ആണ്, given by f of x is equal to greatest integer function, box x എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്, is neither 1 nor 1 2. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അതായത് ഇതിൻ്റെ അർത്ഥം ഇതാണ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഫസ്റ്റ് ഇയർ നമ്മൾ പഠിച്ചതാണ്. ഈ ഫംഗ്ഷനെ 1 1 1 2 അല്ലെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ മതി, നമുക്ക് നോക്കാം. ഞാൻ നമ്മൾ ഈ 1 തൊട്ട് 2 വരെയുള്ള സംഖ്യകൾ എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഈ 1നും 2നും ഇടയ്ക്കുള്ള സംഖ്യകൾ വരികയാണെങ്കിൽ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഞാനൊരു x1 എന്ന് പറയുന്ന അല്ലെങ്കിൽ എഫ് ഓഫ് 1.3 നോക്കാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോക്സ് വാല്യൂ ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. ഇവിടെ ആയിട്ട് ഒരു 1.3 അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് 1.3 എന്ന് പറഞ്ഞാൽ 1 ആണ്. എഫ് ഓഫ് 1.7 നോക്കാം. അതിനാ ബോക്സ് 1.7 അതും 1 തന്നെയാണ്. അതായത് 1നും 2നും ഇടയിലുള്ള ഏത് ഡെസിമൽ പോയിന്റ് എടുത്താലും ഇടയിൽ സംഖ്യ എടുത്താലും അതിനോട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, അതിനോട് ഏറ്റവും കുറവായിരിക്കുന്ന ഇൻറ്റിജർ ഇതാണ്. അപ്പം 1 എന്ന് വരും. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടത്, 1 എന്ന് പറയുന്ന ഒരു എലമെന്റ് 2 ഇമേജാണ് വന്നിരിക്കുന്നത്. ഏതൊക്കെ ഇമേജാണ്? പ്രീ ഇമേജാണ്. 1.3ക്കും 1 ആണ്, 1.7നും 1 ആണ്. അപ്പോൾ ഇവിടെ 1ന് 2 പ്രീ ഇമേജ് വന്നതുകൊണ്ട് നമുക്ക് എന്താ പറയാം, എഫ് ഈസ് നോട്ട് 1 എന്ന് പറയാം. ഇവിടുത്തെ പോലെ തന്നെ ഇനി 1 2 നോക്കാം. 1 2 ആണോ ഇല്ലയോ നോക്കാം. 1 2 അല്ലെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. അപ്പം ഞാനിവിടെ 1.4 എന്നൊരു കോളമേന് 1.4 എന്ന് പറഞ്ഞൊരു സംഖ്യ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരിക്കലും വരും. ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1.4 വരുമോ? 1നും 2നും ഇടയ്ക്കുള്ള സംഖ്യകളുടെ എല്ലാം ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ വാല്യൂ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 ആയിരിക്കും. പക്ഷേ ഒരിക്കലും 1.4 എന്ന് പറയുന്ന ഒരു വാല്യൂ നമുക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല. അങ്ങനെ വന്നാൽ തന്നെ ഇതിൻ്റെ പ്രീ ഇമേജ് നമുക്കിവിടെ കാണാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയാം, സിൻസ് 1.4 ഹാസ് നോ പ്രീ ഇമേജ്, എഫ് ഈസ് നോട്ട് 1 2. അപ്പോൾ ഈ ഫംഗ്ഷനെ 1 1 അല്ല 1 2 അല്ല. Look at the fifth question. Show that the signum function f from R to R given by f of x is equal to, നമ്മൾ സിഗ്നം ഫംഗ്ഷൻ പഠിച്ചാണ് ഫസ്റ്റ് ഇയറിൽ, ഇസ് നെയ്തർ 1 1 nor 1 2. 1 1 അല്ല 1 2 അല്ല എന്ന് പ്രൂവ് ചെയ്യാം. അതെന്താണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത? 0-നേക്കാൾ വലിയ ഏത് സംഖ്യ എടുത്താലും അതിൻ്റെ ഇമേജ് 1 ആണ്. 0 ആണെങ്കിൽ അത്തരം സംഖ്യകളുടെ ഇമേജ് എന്ന് പറയുന്നത്, ഇവിടെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അപ്പുറത്തെ ഇമേജ് എന്ന് പറയുന്നത് 1 0 -1. ഇവിടെ നെഗറ്റീവ് നമ്പറാണ് വരുന്നത്. അതായത് ഇവിടെ
ഇമേജസ് ആയിട്ട് വരാൻ പറ്റുന്നത് 1 ഉണ്ട്, 0 ഉണ്ട്, -1 ഉണ്ട്. ഇത്രയുമാണ് ഇമേജസ് ആയിട്ട് വരാവുന്ന സംഖ്യകൾ. അത് ഇപ്പുറത്ത് നമ്മൾ പോസിറ്റീവ് സംഖ്യ എടുക്കാമെങ്കിൽ 1 വരും, 1 2 3 4 ഒക്കെ എടുക്കാം. 0 എടുക്കാമെങ്കിൽ 0. നെഗറ്റീവ് സംഖ്യ എടുക്കാമെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് -1. അത്തരം ഒരു ഫംഗ്ഷൻ 1 ആണോ 1 ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞ പോലെ f(1) നോക്കാം. ഇപ്പോൾ പൂജ്യത്തിനൊക്കെ വലിയ സംഖ്യ ഉണ്ട്, അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. f(2) എടുത്താലും പൂജ്യത്തിനേക്കാൾ വലിയ സംഖ്യ ആയതുകൊണ്ട് അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 1 എന്ന് പറയുന്ന സംഖ്യയ്ക്ക് 2 പ്രീ ഇമേജാണ്, 1 ഉം 2 ആണ്. സോ എഫ് ഈസ് നോട്ട് 1 എന്ന് കാണാൻ സാധിക്കും. അതായത് സിൻസ് 1 ഹാസ് 2 പ്രീ ഇമേജസ്, എഫ് ഈസ് നോട്ട് 1. ഇനി ഓണ്ട് ആണോ നോക്കാം. നമ്മളിവിടെ പറഞ്ഞു ഫംഗ്ഷനെ R2 R ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വരാവുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് 1 0 -1 ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 എഴുതി കഴിഞ്ഞാൽ അതിനിപ്പുറത്ത് പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 0 1 ആണ്. അപ്പോൾ അവിടെ 2 എന്ന് പറയുന്ന സംഖ്യ എഴുതിയാൽ ഇപ്പുറത്ത് നമുക്ക് അതിൻ്റെ പ്രീ ഇമേജ് കണ്ടുപിടിക്കാൻ സാധിക്കുകയും. അപ്പോൾ അങ്ങനെ സാധിക്കാൻ വരുന്നതുകൊണ്ട് എന്താണ് ഈ ഫംഗ്ഷൻ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, സിൻസ് 2 has no pre-image, if is not on 2. നമ്മളോട് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, നേരെ മറിച്ച് ഈ ഫംഗ്ഷന് R2 -1 0 എന്ന് പറയുന്ന സെറ്റിലേക്ക് ആയിരുന്നെങ്കിൽ ഈ ഫംഗ്ഷൻ എന്തായാലും ഓണ്ട് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഇങ്ങനെയായിരുന്നെങ്കിൽ ഹിയർ എഫ് വിൽ ബി ഓണ്ട്. ഈ ഓർത്തിരിക്കണം. അതായത് ഈ ഒരു ഫംഗ്ഷനിലെ കോഡൊമൈൻ എന്ന് പറയുന്നത് -1 0 1 ആയിരുന്നെങ്കിൽ R മാറ്റിയിട്ട് -1 0, അതായത് നമ്മൾ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. സെറ്റ് ഓഫ് റിയൽ നമ്പർ എന്ന് പറയുന്ന കോഡൊമൈനെ -1 0 എന്ന് പറയുന്ന ചെറിയ സെറ്റിലേക്ക് റെസ്ട്രിക്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? എഫ് വിൽ ബി ഓൺ 2 ആയിരിക്കും. ഇല്ലാത്ത പക്ഷം എഫ് ഈസ് നെയ്തർ 1 nor on 2. Look at the 6th question, 6th question. Each of the following cases state whether the following functions is 1 on 2 or bijective. Just to give your answer. അതായത് ഫംഗ്ഷൻസ് ഇവിടെ 2 തന്നിട്ടുണ്ട്. അത് 1 ആണോ 1 ആണോ ബൈജക്റ്റീവ് ആണോ എന്ന് പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എ പാർട്ട് നമുക്ക് ആദ്യം നോക്കാം. എ പാർട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 - 4x R2 R ആണ്. ഈ ഫംഗ്ഷൻ കണ്ട ഉടനെ നമുക്ക് മനസ്സിലായി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഏത് ഫോമിലാണ്? AX + B എന്ന ഫോമിലാണ്. തന്നെയല്ല R2 Rലേക്കാണ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ R2 Rലേക്ക് AX + B എന്ന് പറയുന്ന ഫോമിലേക്ക് വരുന്ന ഏത് ഫംഗ്ഷനും എന്താണ്? നമുക്കറിയാം ബൈജക്റ്റീവ് ആണ്. കാരണം അത് സ്ട്രൈറ്റ് ലൈൻ ആണ്. അത് ചെരിവുള്ള വര ആയതുകൊണ്ട് നമുക്കതിനെ ഒരു 1 1 2 ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ പ്രൂഫ് നമുക്ക് എങ്ങനെ എഴുതാം? എന്തൊക്കെയാണെന്ന് പ്രൂവ് ചെയ്യണം? 1 ആണ് 1 2 ആണ് നമുക്ക് പ്രൂവ് ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ഇത് ഇൻഫിനിറ്റ് സെറ്റ് ആയിട്ട് നമുക്ക് ആൾജിബ്രൈക് മെത്തേഡിലേ പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറയുകയാണ്, സപ്പോസ് x1, x2 belongs to R, ഡൊമൈനിലെ R ആണ്. Assume that f of x1 is equal to f of x2. എങ്ങനെയാണ് f of x ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 3 - 4x ആണ്. അപ്പോൾ f of x1 എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 3 - 4x1 is equal to 3 - 4x2. നമുക്കറിയാം ഇവിടെ 3 3 ക്യാൻസൽ ചെയ്തിട്ട് -4x1 is equal to -4x2. -4 ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? x1 is equal to x2 എന്ന് എഴുതാം. therefore എന്താണ്? f of x1 is equal to f of x2 ആണ് അസ്യൂം ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് x1 is equal to x2 ആണ്. therefore f is 1. ഈ രീതിയിൽ നമുക്ക് ആൾജിബ്രൈക് ആയിട്ട് പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഓൺ ടു ആണെന്നും കൂടെ പ്രൂവ് ചെയ്യണം. ഈ അടുത്ത ഫംഗ്ഷൻ 1 ഓൺ ടു ആണെന്ന് നമ്മൾ കിട്ടിക്കഴിഞ്ഞായിരുന്നു. ഓൺ ടു എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പറയുകയാണ് R2 R ആണ്.
ഇവിടെ ഒരു y ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് ഇപ്പുറത്തെ ഒരു എക്സ് നമ്മൾ കണ്ടുപിടിക്കാം. നമ്മൾ പറയുന്നു സപ്പോസ് y belongs to R. Assume that f of x is equal to y. ഇവിടെ ഒരു എക്സ് ഉണ്ടെന്ന് അതിന്റെ ഫംഗ്ഷൻ മാപ്പിങ് y ആണെന്ന് കരുതുക. എഫ് ഓഫ് എക്സ് എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 3 - 4x ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എക്സ് ഒന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 4x is equal to 3 - y. So what is x? 3 - y by 4. അപ്പോൾ ഇതൊരു റിയൽ നമ്പർ ആണ്. നമുക്കറിയാം y റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത് സെറ്റ് ഓഫ് റിയൽ നമ്പറിലെ ഒരു എലമെന്റ് ആണ്. y റിയൽ നമ്പർ ആണെങ്കിൽ 3ൽ നിന്ന് ആ സംഖ്യ കുറച്ചാൽ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്തിനെ കിട്ടത്തുള്ളൂ? റിയൽ നമ്പർ തന്നെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് ഇതൊരു therefore f is on to നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇപ്പം വൈക്ക് എക്സിന്റെ വില നമുക്ക് കിട്ടിയിരിക്കുന്നത് 3 - y by 4 ആണ്. y 11 ആയ നമുക്ക് എക്സ് എങ്ങനെ എഴുതാം? 3 - 11 by 4, that is -8 by 4, that is -2. -2 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പറിലെ ഒരു എലമെന്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു y എടുത്താൽ പിന്നെ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാം. ആ എക്സ് എങ്ങനെയുള്ള എക്സ് ആണ്? 3 - y by 4 ആണ്. എന്നിട്ട് നമ്മൾ എഫ് ഓഫ് എക്സ് എടുത്തു കഴിഞ്ഞാൽ അത് y ആകുകയും ചെയ്യും. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? ഓൺ ടു ആർ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ എ പാർട്ടിലെ ഫംഗ്ഷൻ ആർ ടു ആയതുകൊണ്ട് ഇത് 1 1 ആണ്, ഓൺ ടു ആണ്. ഇനി നമുക്ക് ബി പാർട്ടിലൊന്ന് നോക്കാം. ഈ പാർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫ് ഈസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. ആർ ടു ആർ ഒക്കെ തന്നെയാണ്, പക്ഷേ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 + s². നമുക്കറിയാം 1 + s² എന്ന് പറയുമ്പോൾ ഒരു പരാബോളയുടെ ഫോമിലാണ്. ഒറ്റ പരാബോള പോലും എന്താകത്തില്ല? ബൈജക്റ്റീവ് ആയില്ല, 1 1 ഓൺ ടു ആകത്തില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്താണ്? 1 1 അല്ല, ഓൺ ടു അല്ല, ബൈജക്റ്റീവ്. അപ്പോൾ ആദ്യത്തേനകത്തോട് നമ്മളോട് ബൈജക്റ്റീവ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എഫ് ഈസ് ബൈജക്റ്റീവ് എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാം, 1 1 ഓൺ ടു ആയതുകൊണ്ട്. സെക്കൻഡ് പാർട്ടിൽ ഫംഗ്ഷൻ മാറലാണ്, വേറെയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 1 + s² ആണ്. അപ്പം ഞാൻ എഫ് ഓഫ് 2 ഒന്ന് കാണുകയാണ്. അപ്പോൾ എത്ര കിട്ടും? 5 എന്ന് വരും. എഫ് ഓഫ് -2 കണ്ടാലോ? അതും 1 + -2 the whole square, that is also 5. അതായത് 5 എന്ന് പറയുന്ന ഒരു ഇങ്ങനെയുണ്ടെങ്കിൽ 5ന് 2 ഇമേജാണ് കിട്ടിയിരിക്കുന്നത്. ഏതൊക്കെയാണ്? 2 ഉണ്ട്, പ്രീ ഇമേജ് ആണ്. -2 എന്ന് പറയുന്ന 2 പ്രീ ഇമേജ് വന്നു. അതുകൊണ്ട് എന്താണ്? therefore f is not 1 1. അതായത് കോഡൊമൈനിലെ ഒരു എലമെന്റിന് 2 പ്രീ ഇമേജ് വന്നു കഴിഞ്ഞാൽ എന്താകത്തില്ല? ഫംഗ്ഷൻ നോട്ട് 1 1 ആണ്. ഇനി ഓൺ ടു ആണോ നമുക്ക് എങ്ങനെ പരിശോധിക്കാം? ഞാനിവിടെ കോഡൊമൈനില് 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുക്കാൻ. അപ്പോൾ 0 എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്താൽ നമുക്ക് കറസ്പോണ്ടിങ് ഒരു എക്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മളിങ്ങനെ പറയാണ്, സപ്പോസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? 1 + s² ആണ്, ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ പറഞ്ഞു 0 ബിലോങ്സ് ടു ആർ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പുറത്ത് ഒരു എക്സ് ഉണ്ടെന്ന് കരുതുക. ആ എഫ് ഓഫ് എക്സ് എടുത്ത് കഴിയുമ്പോൾ എന്ത് കിട്ടുമെന്ന് നമ്മൾ കരുതുന്നു? 0 കിട്ടുമെന്ന് കരുതുന്നു. എഫ് ഓഫ് എക്സിന്റെ ഡെഫിനേഷൻ 1 + s² ആണ്. സോ 1 + s² is equal to 0. therefore s² is equal to -1 എന്ന് വരും. സോ വാട്ട് ഈസ് എക്സ്? റൂട്ട് ഓഫ് -1. റിയൽ നമ്പർ ആണോ? റൂട്ട് ഓഫ് -1. ഫസ്റ്റ് ഇയർ പഠിച്ചാൽ റൂട്ട് ഓഫ് -1 i എന്നൊക്കെ പഠിച്ചതാണ്. കോംപ്ലക്സ് നമ്പർ ആണ്, നോട്ട് റിയൽ നമ്പർ ആണ്. അതുകൊണ്ട് എന്ത് പറയാം? therefore f is not ഓൺ ടു. അതുകൊണ്ട് 1 1 അല്ല, ഓൺ ടു അല്ലാണ്ട് എന്താണ്? എഫ് ഈസ് നോട്ട് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ
ഇതിൻ്റെ ഒരു ഗ്രാഫ് വല്ലതും നമ്മൾ വരച്ചാൽ ഇങ്ങനെ ഒരു ഗ്രാഫായിരിക്കും നമുക്ക് വരാൻ പോകുന്നത്. എസ് സ്ക്വയർ പ്ലസ് 1, അതായത് ഇവിടെ 1 എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വെച്ച് കർവ് ഇങ്ങനൊരു ഇതാണ് വരാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കർവില് വോൾട്ട് വേണമെന്ന് പരിശോധിക്കാൻ നമ്മളിങ്ങനെ നോക്കിയപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ നിങ്ങൾ ടച്ച് ചെയ്യുന്നതില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൊണ്ടുവല്ലെന്ന് കാണാൻ സാധിക്കും. ആദ്യത്തെ ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ലൈനാണ് നമ്മൾ പറഞ്ഞു, ചെരിഞ്ഞ വരകളായതുകൊണ്ട് ആദ്യത്തെ 1 1 കൊണ്ടുപോകണേ. പക്ഷേ ഈ രണ്ടാമത്തെ ഫംഗ്ഷൻ പരാബോള വരുന്നതുകൊണ്ട് ദാറ്റ് ഈസ് നോട്ട് എ ബൈജക്ഷൻ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് എഫ് ബി എ ഫംഗ്ഷൻ ഫ്രം n to n നാച്ചുറൽ നമ്പർ ആണ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് n is equal to n plus 1/2 if n is odd, n/2 if n is even for all n belongs to n. State whether the function is bijective, justify your answer. ഈ ഫംഗ്ഷന് 1 1 ആണോ 1 2 ആണോ ബൈജക്റ്റീവ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്? n ഒരു ഓഡ് നമ്പറാണ്, നാച്ചുറൽ നമ്പറിലേക്കാണ്. n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക. n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നേരെ പകുതി എടുത്താണ്. ഇങ്ങനെയാണ് ഇമേജ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് 1 എങ്ങനെ വരുമെന്ന് നോക്കാം. ഓഡ് നമ്പറാണ് എന്ത് ചെയ്യണം? 1 കൂട്ടി വെച്ച് ഇവിടെ വരുന്ന സംഖ്യ 1 കൂട്ടി വെച്ച് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 1 കിട്ടും. ഇനി എഫ് ഓഫ് 2 ആണെങ്കിൽ എന്ത് വരും? ഈവൻ നമ്പറാണ് വരുന്നതെങ്കിൽ നേരെ പകുതി അങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ എത്രയാണ്? 1 വരും. എഫ് ഓഫ് 3 ആണെങ്കിൽ എന്ത് വരും? 3നോട് 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി എടുക്കുക, 2 കിട്ടും. എഫ് ഓഫ് 4 ആണെങ്കിലോ നേരെ പകുതി അങ്ങ് എടുത്ത് വെച്ചാൽ 2 വരും. അപ്പോൾ നമ്മളൊരു ഫിഗർ ഒന്ന് വരച്ചാൽ ഇവിടെ നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് ഇവിടെ 1 2 3 4 ഇങ്ങനെ കൊണ്ട് വരും. ഇവിടെയും 1 2 3 4 5 ഇങ്ങനെ കൊണ്ട് വരും. അപ്പോൾ ഇവിടെ 1നും 2നും ഒരേ ഇമേജാണ്, 3ക്കും 4നും ഒരേ ഇമേജാണ്, 2 2 ആണ്. ഇങ്ങോട്ട് അപ്പോൾ ഇവിടെ 1ന് തന്നെ 2 ഇമേജ് വരുന്നുണ്ട്. ഇപ്പം ഇവിടെ എല്ലാത്തിനും അപ്പുറത്ത് ഇമേജ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇവിടെ 1ന് 2 ഇമേജ്, ഇപ്പോൾ 2ന് 2, എല്ലാ ഇമേജ് ഈ 2 വെച്ച് പ്രീ ഇമേജ്, 1ന് 2 പ്രീ ഇമേജ്, 2ന് 2 പ്രീ ഇമേജ് വെച്ച് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സിൻസ് 1 ഹാസ് 2 പ്രീ ഇമേജസ്, if is not 1 1, 1 1 അല്ല എന്ന് മനസ്സിലായി. ഇനി 1 2 ആണോ നോക്കാം. 1 2 ആണോ നോക്ക്. ഏകദേശം മനസ്സിലായി. 1 2 ആണ് ഇവിടുത്തെ എല്ലാ ഇമേജും. ഏത് എലമെൻറ്റ് സെക്കൻഡ് സെറ്റിൽ എടുത്താൽ ഇപ്പുറത്ത് പ്രീ ഇമേജ് വരുന്നുണ്ട്. അതുകൊണ്ട് 1 2 ആണെന്ന് അറിയാം. പക്ഷേ ഇൻഫിനിറ്റ് സെറ്റായിട്ട് നമുക്ക് ആൾജിബ്ര ഉപയോഗിച്ച് പ്രൂവ് ചെയ്യാം. നമ്മൾ പറയാണ് ഇവിടെ ഇങ്ങനെയാണ്. നമ്മളിവിടെ ഒരു m എന്നെടുത്ത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പറാണ്. ഇവിടെ m എന്നൊരു സംഖ്യ എടുത്താൽ ഇപ്പുറത്ത് നമുക്ക് n എന്ന് പറഞ്ഞ സംഖ്യ കിട്ടുന്ന എഫ് ഓഫ് n = m ആയിരിക്കണം. നമ്മളിങ്ങനെ പറയാണ് അസ്യൂം 1 2 ആണ് പ്രൂവ് ചെയ്യുന്നത്. അസ്യൂം m belongs to n. That means m is a natural number. എന്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഇപ്പുറത്ത് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. സോ ദാറ്റ് എഫ് ഓഫ് n = m ആയിരിക്കണം എന്ന് പറഞ്ഞാൽ therefore എഫ് ഓഫ് n = m നമ്മൾ അസ്യൂം ചെയ്യുക. അപ്പോൾ എഫ് ഓഫ് n എന്ന് പറയുമ്പോൾ 2 വിധത്തിലുള്ള ഡെഫിനിഷൻ വരാം. എഫ് ഓഫ് n എന്ന് പറഞ്ഞാൽ n + 1/2 = m ഓർ n/2 = m എന്ന് വരും. കാരണം എഫ് ഓഫ് n 2 ഡെഫിനിഷനാണ്. ഓഡ് നമ്പർ വരുമ്പോഴും ഈവൻ നമ്പർ വരും. അപ്പോൾ എന്ത് വരും? n + 1 = 2m ഓർ n = 2m. നമുക്ക് കിട്ടിയിരിക്കുന്നത് n + 1 2m എന്നും. അപ്പോൾ എന്തൊക്കെ വരാം? n = 2m - 1 ഓർ n = 2m. അതായത് നമ്മളിവിടെ ഒരു നാച്ചുറൽ നമ്പർ എടുക്കുകയാണെങ്കിൽ അതിനിപ്പുറത്തൊരു n കണ്ടുപിടിക്കുക, മറ്റൊരു നാച്ചുറൽ നമ്പർ കണ്ടുപിടിക്കുക. ഇത് നാച്ചുറൽ നമ്പർ ആണോ? ഇപ്പോൾ m എന്ന് പറയുന്നത് ഒരു 2 ആണ്. 2 × 2 4 - 1 എത്ര? 3 നാച്ചുറൽ നമ്പർ തന്നെയാണ്. m 7 ആണ്. 2 × 7 14 നാച്ചുറൽ നമ്പർ തന്നെയാണ്. സോ n belongs to n. എവിടുന്നാണ്? ഫ്രം 1.
അതായത് എം ഒരു നാച്ചുറൽ നമ്പർ ആയതുകൊണ്ട് 2m-1ഉം 2m എല്ലാം നാച്ചുറൽ നമ്പർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാൻ സാധിക്കും? എഫ് ഈസ് ഓൺ ടു എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ നോട്ട് 1-1ഉം ഓൺ ടു ആയതുകൊണ്ട് ഫോർ എഫ് ഈസ് നോട്ട് എ ബൈജക്ഷൻ. Okay.